അപ്പോൾ നമ്മൾ ലവ് ആഫ്റ്റർ വാറിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മുടെ നായകന്മാർ വീട്ടിൽ വേഗത്തിൽ സ്പീഡിൽ സൈക്കിൾ ഓടിച്ച് പോയി അവസാനം വീടെത്താറായപ്പോഴാണ് ഓർപ്പിക്കുന്നത് ഈ ഡ്രസ്സ് അങ്ങോട്ട് ചെന്ന പണി പാളൂലേന്ന്. എന്തായാലും അവരൊന്നും ഓർത്തില്ല. അതെല്ലാം മനസ്സിലടക്കി അവർ എന്തിനും തയ്യാറായി പോയി. വന്നപ്പോൾ തന്നെ നമ്മളുടെ നമ്മളുടെ നാല് നായകന്മാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ 4 നായകന്മാരും പിടിച്ചു, പിന്നെ അമ്മമാരും കൂട്ടിനുണ്ടായിരുന്നു. എല്ലാവരും കണ്ട് സീനായി. എന്താടി ഇതെന്തത്? അത് പിന്നെ ചേച്ചി, അത് കുറേ അവന്മാർ വന്ന് വെള്ളം തിളപ്പിച്ചാൽ നീ ഒന്നും അവന്മാർക്കൊന്നും കൊടുത്തില്ലേ? കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവന്മാർ ഒപ്പത്തിനൊപ്പം നിൽക്കുക. തൻ്റെ ഉള്ള ആണുങ്ങൾ. ഇങ്ങനത്തെ മരുമക്കളെ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ എന്ത് ഭാഗ്യവതിയായിരുന്നു. അമ്മായി എന്താ? അവന്മാരാണുങ്ങൾ. നിൻ്റെയൊക്കെ വാക്കിനൊത്ത് തുള്ളിയാലേ അവിടെ നേരം പോവും. എന്തായാലും അവന്മാർ നിന്നെയൊക്കെ പൊളിച്ചടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് കഴിവിപ്പിച്ചേ നീയൊക്കെ ഇട്ടുകൊണ്ട് വരുമെന്ന് എനിക്കറിയാം. അവന്മാർ ഞങ്ങളെ കുറേ പറഞ്ഞു, ഞങ്ങളും അങ്ങോട്ട് പറഞ്ഞു. അവസാനം ഞാൻ ചോദിച്ച ഉത്തരത്തിന് ആൻസർ പോലും പറയാതെ ഒരു ഉണ്ടക്കണ്ണും മേടിച്ച് നോക്കിയിട്ട് പോയി. അതാണ് അവന്മാരുടെ നിന്ന് കിട്ടിയപ്പോൾ സമാധാനമായില്ല എല്ലാത്തിനും. ഞങ്ങളെ അനിയത്തിമാരെ തൊടാൻ മാത്രം ആരാടാ അത് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. അങ്ങനെയൊന്നും ഇപ്പം പോകണ്ട ചേച്ചി. അവന്മാർ ആരാന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. ഏതോ വലിയ ആൾക്കാരാണ്, കോടീശ്വരര്. നമ്മളൊക്കെ പാവപ്പെട്ട കുടുംബക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവന്മാർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ ഒരു അധികാരം എല്ലാത്തിനും ഉണ്ടല്ലോ. എന്തായാലും കുഴപ്പമില്ല ചേച്ചി. ഞങ്ങൾ അവന്മാർക്ക് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തെങ്കിൽ മതി. ഞാനെങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ചെവിക്കുട്ടി നോക്കി ഒന്ന് കൊടുത്തേനെ. ചേച്ചി അങ്ങനെയൊന്നും അല്ല. ഇവന്മാർ ചുമ്മാ പറയാം. ഇവളുടെ അതായത് ഈ കൃഷ്ണയുടെ നേർക്ക് അവൻ 3 പ്രാവശ്യം കൈ ഊങ്ങി. എൻ്റെ പെങ്ങളെ നേർക്ക് അവൻ കൈ ഊങ്ങിന്നോ? അതാരാടാ ഇങ്ങനെയൊരു വേലത്തരം കാണിക്കാൻ? അത് അമ്മ എന്തോ ചെയ്യും? അവനെ കെട്ടിപ്പിടിച്ച റിമോട്ട്. നിന്നെയൊക്കെ വിലക്ക് ഇരുത്താൻ പറ്റിയ ആൺപിള്ളേരല്ലേ അത്? അതുകൊണ്ടല്ലേ നിൻ്റെയൊക്കെ വാക്ക് പിടിച്ച് വയ്ക്കാൻ പറ്റിയ ആണുങ്ങൾ തന്നെ വേണം. അങ്ങനെ ഒരു ആൺപിള്ളേരെ നിങ്ങളെ ഇപ്പം വന്ന് ഇങ്ങനെ ആക്കിയിട്ട് പോയി. അവന്മാരുടെ സൈഡല്ലേ? അതെ. എന്തേ? ഒന്നുമില്ല. അപ്പം പിന്നെ മക്കൾ പോയി. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയിടുവാ. എന്ത് സന്തോഷ വാർത്ത? അതൊക്കെ ഉണ്ടെന്നേ. പെട്ടെന്നൊന്ന് വാ. വരാം. അങ്ങനെ നമ്മുടെ നായികമാരൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവളുടെ അതായത് നമ്മുടെ അർച്ചനയുടെ കയ്യിൽ 3 ലെറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ പിറുപിറുക്കാണ്. ഇതെന്താടി ഇത്? ഇനി വേറെ വല്ല കുരുത്താണ്ട് നീയൊക്കെ കാണിച്ച് വെച്ചോ? പോകട്ടെ. ഞാനൊന്നും ഒരു കുരുത്താണ്ട് കാണിച്ചില്ല. ഇളയ സന്തതിയോട് ചോദിക്കുക. ഞാനൊന്നും കാണിച്ചു വെച്ചില്ല. ഞാനെന്ത് കാണിക്കാനാ? എന്താ അവിടെ നിന്ന് പിറുപിറുക്കുന്നേ? ഒന്നുമില്ല അമ്മ. ഇങ്ങോട്ട് പോര്. അത് നിങ്ങൾ ഒപ്പിച്ച് വെച്ച ഒരു കുന്തോ അല്ല. നിങ്ങളുടെ ജോയിൻ ലെറ്ററാ. നിങ്ങളൊരു ഇൻ്റർവ്യൂക്ക് പോയില്ലേ? ആദ്യം പിടിച്ച് ആ ജോലി നിങ്ങൾക്ക് കിട്ടി. കിട്ടിയെന്നു? അയ്യോ, എനിക്ക് സന്തോഷം കണ്ടിരിക്കാൻ വയ്യേ ചേച്ചി. അങ്ങനെ അവർ നല്ല സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മളുടെ 3 നായകന്മാർക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. അവന്മാരൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ പെണ്ണുങ്ങൾ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്കാണെങ്കിൽ ഇരിപ്പിടവേ ഇല്ല. ഇവന്മാരിങ്ങനെ ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവല്ലേ? എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവന്മാർ ഇത്ര കയറി വെല്ലുവിളിക്കാൻ പറ്റിയ പെണ്ണുങ്ങൾ. അതെ, നിങ്ങൾക്ക് ഒരു സംശയം വന്നാണ്. കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ ഒരു അരിവാളിൻ്റെ കേസ്? നമ്മുടെ നായകന്മാർ എപ്പോഴും കൊയ്ത്തൊക്കെ ആകുമ്പോഴാണ് ആ അമ്പലത്തിൽ, അതായത് അത് ഇത്തിരി ദൂരമുള്ള അമ്പലമാണ്, ആ അമ്പലത്തിൽ പോണത്. അതുകൊണ്ട് തന്നെ അരിവാളൊക്കെ പൂജിക്കാനല്ലേ അരിവാൾ പൂജിക്കാനൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് അരിവാളൊക്കെ പൂജിക്കും. കാരണം ഞങ്ങളുടെ അവിടെയൊക്കെ അരിവാളൊക്കെ
കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഈ പ്രാവശ്യം അരിവാളെടുക്കാൻ ചുമ്മാ വന്നതാണ് കേട്ടോ അമ്പലത്തിൽ. അതാണ് പറ്റിയ തെറ്റ്. അതാണ് അവൾ ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞത് നമ്മൾ ഇന്ന് അരിവാളെടുത്തില്ലടി എന്നൊക്കെ, അല്ലാതൊന്നുമല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം, നമുക്ക് തിരിച്ച് കഥയിലോട്ട് വരാം. അങ്ങനെ നമ്മൾ വിക്രമ കല്യാണേയും അർജുനെയും ഇങ്ങോട്ട് വിളിച്ചു. എടാ കുക്കി, ആ പെണ്ണുങ്ങൾ ആരാടാ? കൊള്ളാലോ അവളുമാർ, നമ്മളെ വെല്ലുവിളിക്കാൻ മാത്രം. അതേ ചേട്ടാ, അവളുമാരാൾ കൊള്ളാലോ, ഇത്തിരി കാന്താരികളോ, ഇത്തിരി സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചാൽ അവളുമാർക്കൊക്കെ വിളച്ചില്ല. എന്നാലും ഏറ്റവും മൂത്ത കുട്ടിയെ കൊള്ളാമല്ലേ? കോഴിത്തരം. എന്തുവാടാ ഇത്? കോഴിത്തരമൊന്നുമല്ല, എനിക്ക് റിയൽ ലവ്. ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. പിന്നെ നീ ഈ ഒപ്പത്തിനൊപ്പം നിന്നത് അതിൻ്റെ അടുത്ത്. എന്നാലും ഒരു നമ്പറെങ്കിലും മേടിക്കാമായിരുന്നു. ഇവനെയൊക്കെ എന്തുവാടാ ഇത്? എനിക്കെങ്ങനെ അറിയാം? ഈ ചേട്ടന് വേറെ ഒരു ജോലിയില്ലല്ലോ, എവിടെ ചെന്നാലും ഇത് തന്നെയല്ലേ പരിപാടി. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്തായാലും ഇവൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റായി. അല്ല, ഇനി മോൻ അങ്ങോട്ട് ചെന്നാൽ അവൾ സ്വീകരിക്കുമോ? അതെന്താ, എന്നെ കാണാൻ നല്ല സൗന്ദര്യമില്ലേ? അല്ല, മോൻ അത് മരുത്ത് പറച്ചില്ല പറഞ്ഞേ, അതുകൊണ്ടാണ്. അത് പിന്നെ നിങ്ങളൊത്തോട്ടപ്പം എനിക്ക് ദേഷ്യം വന്നില്ലേ? ഞങ്ങളെ കിടമ്പോഴും അപ്പോൾ ദേഷ്യമൊക്കെ വരുമല്ലേ മോന്? അതെന്താ അങ്ങനെ ചോദിച്ചേ? നിന്നെത്തോട്ടാ പിന്നെ എനിക്ക് ദേഷ്യം വരത്തില്ലേടാ? അതപ്പം എനിക്കിന്ന് സഹിച്ച്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അവളുമാരുടെ ഒന്ന് കണ്ടുപിടിക്കാം. ഇനി എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അവളുമാരുടെ വീട് വരെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മുടെ നായകൻ വരെ തിരിച്ച് വീട്ടിൽ പോയി ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അമ്മമാരുടെ അടുത്തും നമ്മുടെ ബാക്കിയുള്ള നായകന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മമാർ പറയാണ്, എന്തൊരു നല്ല കൊച്ചുങ്ങൾ, നിന്നെയൊക്കെ അടക്കി വാഴാൻ പറ്റിയ പെണ്ണുങ്ങൾ. അവളുമാരെ കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഉമ്മ വെച്ച് കൊന്നേനെ. അവളുമാരുടെ ഫോൺ നമ്പർ വല്ലതും മേടിച്ചോണ്ടാ ജിമ്മി? നിനക്കതൊക്കെയല്ലേ ജോലി? ഇല്ലമ്മ. നിന്നെ അല്ലെങ്കിലും അതിനൊന്നും കൊള്ളത്തില്ല. ചുമ്മാ കണ്ട പെണ്ണുങ്ങളെ നോക്കി വായി നോക്കി നടക്കും. നല്ല പെണ്ണുങ്ങളെയൊന്നും കിട്ടിയാൽ നീ ഒന്നും ആവത്തില്ല അല്ലേ? അത് പിന്നെ അമ്മ ഞാനും അവളുമായിട്ട് വഴക്കമുണ്ടായേ. അതാടാ പറഞ്ഞേ, നിന്നെയൊക്കെ നിലക്ക് കിട്ടാൻ പറ്റിയ സാധനങ്ങളാണ്. സാധനങ്ങളാ നിങ്ങളോ? സാധനങ്ങൾ. അയ്യോ, പെണ്ണുങ്ങൾ. ഞാൻ അറിയാതെ സാധനങ്ങളെന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവളുമാരുടെ നമ്പറെങ്കിലും നിനക്കൊക്കെ മേടിച്ച് വെക്കായിരുന്നു. പിന്നെ വഴക്കിടക്കുമ്പോഴല്ലേ നമ്പർ മേടിച്ച് വെക്കാൻ പോകുന്നത്? നമുക്കെന്താ പ്രാന്താ? ഇനി എൻ്റെ പുറത്തോട്ട് ഇടടാ, എല്ലാം കൂടെ എനിക്ക് പ്രാന്താക്കിത്താ. എന്നിട്ട് എന്നെ കൊണ്ടുപോയി ഊളം പറയിടും. അപ്പം നിങ്ങൾക്ക് സമാധാനമാവുക. എന്തെങ്കിലും ഒരു സീരിയസ് കാര്യം ചോദിക്കുമ്പോൾ നീയൊക്കെ വന്നോളൂല്ലോ പ്രാന്താന്ന് പറഞ്ഞുകൊണ്ട്. നിനക്കൊക്കെ വേറെ ജോലിയില്ല. അപ്പം അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. കിരണേ, അയ്യോ കല്യാണേ. എന്താ അമ്മ, നിനക്ക് ഇളയ കൊച്ചിനെ ഇഷ്ടപ്പെട്ടോടാ? കാണാനൊക്കെ കൊള്ളാം, പക്ഷെ ഇത്തിരി കൂടുതലാണ്. അതൊക്കെ നമുക്ക് ഒഴിക്കാന്നേ, അതിനെന്താ കുഴപ്പം? എനിക്കൊന്നും വേണ്ട അതിന്. അതെന്താ? അതിന് ഭയങ്കര എൻ്റെ അടപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇല്ലടാ നിനക്ക് ഞാൻ ചൂസ് ചെയ്തേ. അമ്മ പോർക്കാനായിട്ട് ഇനി ആ പെണ്ണിനെ ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ നിന്നെ കൈ പിടിച്ച് കൊടുക്കും. നിന്നെ അവളുമാർക്ക് കൈ പിടിച്ച് കൊടുക്കും. വേണമെങ്കിൽ അവളുമാർ നിന്നെ താഴെ കെട്ടിക്കോട്ടെ. അമ്മ പോളർക്കേ, വേണമെങ്കിൽ പോയി തിന്നിട്ട് കിടന്ന് ഉറങ്ങും. അതേപോലെ ഇന്നലത്തെ പുഷ്പ കാണലൊക്കെ ഇന്ന് എത്തിക്കണം കേട്ടോ. അവൻ്റെ ഫോണ് ഞാൻ അങ്ങനെ അടിച്ചിട്ടുണ്ട്. അമ്മ ഫോൺ കൊണ്ടുപോലെ. അല്ല എടാ, നീ വിഷമിക്കണ്ട. അല്ല ചേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നത് എന്തുവാടാ? ഇതാരെ പറഞ്ഞു കൊടുത്തേ പുഷ്പ കണ്ടോന്ന്? അതെ, അതാ മാധവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ. മാധവ ചേട്ടാ, അമ്മയുടെ അടുത്ത് കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തല്ലേ? എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ലെന്ന് എനിക്കറിയാമല്ലോ. അറിയാം. ചുമ്മാ ആശിച്ചു. എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടിൻ്റെയും കയ്യിൽ ഫോണുണ്ട്. എടാ മക്കളെ, ആ ഫോണിങ്ങാടാ. അമ്മ പോർക്കാ, ഈ ഫോൺ ഇങ്ങോട്ടേക്കും താ. അമ്മ, ആ പെണ്ണുങ്ങളെ കണ്ടുപിടിക്കും, ഒരു ഫോണെങ്കിലും താ. പെണ്ണുങ്ങളെ കണ്ടുപിടിക്കാനാണോ? എന്നാ പിന്നെ എടുത്തോ. അവളുടെ പേരെങ്കിലും നിനക്കറിയാമോടാ? അറിയാം. ഏതോ ഒരു വഴക്കിനിടയ്ക്ക് ആരോ കൃഷ്ണ എന്ന് വിളിക്കുന്ന കേട്ടു.
പിന്നെ അനു എന്ന് വിളിച്ചു. ആ ഇളയ അച്ഛൻ്റെ പേര് ഞങ്ങൾക്കറിയത്തില്ല. ആ നിനക്കെങ്കിലും ഓർമ്മയുണ്ടാ? ആ കൊച്ചിൻ്റെ പേര് ചിലപ്പോൾ റിയെന്ന് വല്ലതായിരിക്കും. നിൻ്റെ ഒരു റിയ. നീ സ്കൂൾ ക്രഷിനെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് എന്തിനാടാ? അത് ആദ്യത്തെ ക്രഷല്ലേ അമ്മ? ആദ്യത്തെ ലവോ? അതവള്. ഏതവള്? ഇപ്പം കണ്ട? അയ്യേ, അങ്ങനെയൊന്നുമില്ല. ആ നടക്കട്ടെ. അല്ല, എൻ്റെ വിമോൻ, അതായത് വിക്രം മോൻ വല്ലതും ഉണ്ടോ? പിന്നെ എനിക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതിനെ എനിക്ക് കടിച്ചു കയറി ഊറക്കിടാന്ന് തോന്നിയേ. ആഹാ, ഇന്നാ അവളെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കെട്ടിക്കും. അമ്മ മിണ്ടായിരിക്കടാ. ചേട്ടാ, നിങ്ങൾക്കൊക്കെ പറ്റിയ പെണ്ണുങ്ങളെ തന്നെ കിട്ടിയത്. ഞങ്ങൾക്ക് ഇനി പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചിട്ട് വേണം നിന്നെയൊക്കെ ഒന്ന് എടുക്കാൻ. അമ്മ വേണ്ട, അവളുമാരെയൊന്നും നോക്കണ്ട. ഞങ്ങൾ എന്തായാലും നിൻ്റെ പെണ്ണിനെ നോക്കാൻ പോവാടാ. അവളുടെ പേരെന്താ? കൃഷ്ണ. ഞാൻ നോക്കട്ടെ. നോക്ക്, പോയി നോക്ക്. അപ്പോൾ നിനക്കിഷ്ടമാണ്? പോർക്കാണീറ്റ്. അവളുടെ കുറേ അവളെന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് നിനക്കറിയാമല്ലോ. അറിയാം. അപ്പോൾ ആർമീസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി ഏത് കമ്പനിയിലാണോ പാവങ്ങൾക്ക് ജോലി കിട്ടിയത്. ഇനി ഇവന്മാരുടെ കമ്പനി വല്ലതുമാണെങ്കിൽ നമ്മുടെ നായകന്മാരുടെ ഗതി അതോ ഗതി. എന്തായാലും നമുക്ക് പണിയാണ്. എന്തായാലും നമുക്ക് പണിയല്ലേ. എന്തായാലും ഇവന്മാരെ ഒരുമിപ്പിക്കാനുള്ള പണി എനിക്കുണ്ട്. പിന്നെ കുറേ പണിയുണ്ട്. എനിക്ക് പഠിക്കണം എന്നുള്ളതുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. അപ്പം പിന്നെ ബായ് സാരംഗേ.